ഒരാള് വിട്ടുകൊടുത്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ ആര്യൻ മോനെ. നമ്മുടെ അനുമോള് കുറെ നേരമായിട്ട് ആര്യനോട് പറയുന്ന ഡയലോഗാണിത്. ഒരാൾ വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെന്ന്. എന്താ സംഗതി എന്ന് അറിയാലോ, നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയ്ക്കാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. എൻ്റെ മോനെ ആര്യ, നീ ആ കയറേന്നങ്ങ് വിട്, ആ കൈയൊക്കെ വിട്, ഞാനോ സാബുമോനോ ആവട്ടെ, നീ ക്യാപ്റ്റൻ ആയതല്ലേ, ഞങ്ങളൊക്കെ ആവട്ടെ എന്നാണ് അനുമോള് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ലൈവിന്റെ അപ്ഡേറ്റ് മാത്രമല്ല കേട്ടോ, വേണമെങ്കിൽ ഞാൻ വേറൊരു കാര്യം വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങാം. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊമോ ഇപ്പൊ വന്നത് ഞാൻ കണ്ടു. നമ്മുടെ ആദിലയും നൂറയും ഷാനവാസും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കലാണ്. ലൈവിൽ ഇതിലായിട്ട് ഞാനത് കണ്ടില്ല, എനിക്ക് തോന്നുന്നു വരാൻ പോകുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ആ കൊമ്പ് കോർക്കലിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷാനവാസൊക്കെ പറയുന്ന ഒരു ഡയലോഗേ ഉണ്ട്, ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ഇമോഷൻസിനെ മുതലെടുത്ത ആൾക്കാരാണ് നിങ്ങൾ എന്നൊക്കെ ഷാനവാസൊക്കെ പറയുന്നത് കേട്ടു. എനിക്കത് സംഭവം സത്യം പറഞ്ഞാൽ കത്തിയില്ല കേട്ടോ. എന്ത് ഇമോഷൻസിനെയാണ് അവര് മുതലെടുത്തത്? മുതലെടുത്തത് ഇമോഷൻസിനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന് ഷാനവാസിനെ കൊണ്ട് വലിച്ചു കീറിയപ്പോഴത്തേക്ക് മറുകണ്ഠം ചാടി ആദിലെ നൂറേം. അത്രേ ഉള്ളൂ. ഗെയിം മറ്റേ കൊള്ളത്തില്ല, അയാൾ ഗെയിം കളിക്കാൻ കൊള്ളാത്തൊരുത്തരാണ്, അതൊക്കെ നേരത്തെ മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു. ഇപ്പൊ അതൊക്കെ പറയുന്നു, പിന്നെ പുള്ളി മെയിൽ ഷോമിനിസ്റ്റ് ആണ്, അതാണ് ഇതാണ് മറ്റേതാണ്. കഴിഞ്ഞ ആഴ്ചയൊന്നും ഇത് തോന്നിയില്ലായിരുന്നു. ഇടയ്ക്ക് ഏതോ ഒരു ദിവസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ലാലേട്ടൻ വന്ന് പൊളിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് പുള്ളിക്കെതിരെ വന്ന് നിൽക്കാനൊക്കെ തുടങ്ങിയത്. അവരുടെ ഗെയിം കളിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും അതിന്റെ പേരിൽ ഒരു ചെറിയ വഴക്കൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും അനുമോളും ആദില നൂറയും കൂടെ ഇരുന്ന് ഷാനവാസിനെതിരെ നന്നായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. കാരണം ആദില നൂറ ഷാനവാസിന്റെ പെറ്റുകളായിരുന്നല്ലോ. അപ്പൊ ഇനി പുള്ളിയോടുള്ള നെഗറ്റീവ് ജനങ്ങൾക്ക് ഇവരോടും വരുമോ എന്നുള്ളൊരു പേടി കാണും. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ മറുകണ്ഠം ചാടിയത്. പിന്നെ നൂറ രാവിലെ പറയുന്നുണ്ട് ആദിലയോട്, അതായത് അനുമോളെ പോലെ നമ്മളൊരു പരിധി കൂടുതൽ വിശ്വസിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് അവിടെ നടക്കുകയാണല്ലോ. ഇതിന്റെ ഇടയ്ക്ക് നെവിന്റെ ഒരു നല്ല ഗെയിം എന്നൊക്കെ നെവിൻ വിചാരിക്കുമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് എന്റർടൈനിങ് ആയി. രാവിലെ തൊട്ടേ മടുപ്പ. നമ്മുടെ സാബുമോനും ആര്യനും അനുമോളും കൂടെ ഈ കയറും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് രസകരമായിട്ടൊന്നും ഇല്ല. ഇവരെ ടാസ്ക് ഇങ്ങനെ കൊണ്ട് നടക്കുക, അതിനൊരു എൻഡ് ഇല്ലാതെ ഇങ്ങനെ പോകും. എനിക്ക് തോന്നുന്നു ഇതിനൊരു ഒന്നുകിൽ അനുമോൾ വിട്ടുകൊടുക്കേണ്ടി വരും. ആരും വിട്ടുകൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല ആരും വിട്ടുകൊടുക്കുന്നു. സാബുമാനും അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. ആരും അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം ബിഗ് ബോസ് ചിലപ്പോൾ ഇത് റദ്ദാക്കിയിട്ട് ചിലപ്പം വേറൊരു ടാസ്കും കൂടെ ചിലപ്പോൾ കൊണ്ടുവരാനുള്ള സാധ്യത പറയാൻ പറ്റത്തില്ല, എന്തും സംഭവിക്കാം. അപ്പൊ എന്താണെങ്കിലും ഈ ടാസ്കിന്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യൻ കിച്ചൺ ടീമിലുള്ളതാണല്ലോ. അപ്പൊ ആര്യൻ കിച്ചണിൽ നിന്ന് നമ്മുടെ ലക്ഷ്മി ചേച്ചി സമ്മതിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഇന്ന് ചെയ്യുമ്പോൾ അനുമോള് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ വലിയൊരു കാര്യം. അനുമോളില്ല, ഞാൻ ചെയ്യത്തില്ല എന്നൊന്നും അനുമോള് പറഞ്ഞ് തർക്കിച്ച് നിൽക്കുന്നില്ല. ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും അനുമോൾ ആര്യനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കോട്ട് നെവിൻ കയറിയിട്ട് ഇവൻ മറ്റേ വെസൽ ടീമിലുള്ളതാണല്ലോ, ഇവരവിടെ ഇന്ന് പാത്രം കഴുകുക. അപ്പൊ അനുമോളൊക്കെ അവിടെ ഇത് പാത്രം കഴുകാൻ നിപ്പുണ്ട്. ഇതിന്റെ ഇടയ്ക്കോട്ട് ഇവരുടെ ഈ കയറിന്റെ ഇടയ്ക്കോട്ട് കയറി ഇവൻ അങ്ങോട്ട് കുരുക്കിട്ടു. പിടികിട്ടിയോ? ഇവന്റെ ദേഹത്തോടെ ഇവനൊരു കുരുക്കിട്ടങ്ങ് പിടിച്ചു. ഇവരുടെ നടുക്കങ്ങ് ആയി. ലാസ്റ്റ് ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അവിടെ നിന്നുകൊണ്ട് നെവിൻ ഈ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ എടുത്ത് അനുമോളുടെ ദേഹത്തെറിയുക, അതിനോടൊന്നും യോജിക്കാൻ, എന്ത് എന്റർടൈൻമെന്റിന്റെ പേരിലാണെങ്കിലും ആ ചെയ്യുന്ന ചെറ്റത്തരത്തിനോടൊന്നും എനിക്ക് യോജിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇവ മറിഞ്ഞടിച്ച് മറ്റേ കിച്ചണിലോട്ട് അങ്ങോട്ട് വീഴുന്നുണ്ട്. ഈ വീഴുമ്പോഴത്തേക്ക് ഈ കയറ് ഇവന്റെ ബാക്കിലാവും. അപ്പം അനുമോളും ആര്യനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണിതെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം വേറൊന്നുമല്ല, ഈ സാബുമാൻ ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ സാബുമാൻ ഓപ്പൺ നോമിനേഷനിൽ നെവിന്റെ പേര് പറഞ്ഞല്ലോ, അതിന്റെ ഒരു ദേഷ്യം സാബുമാനോട് നെവിനുണ്ട്. നെവിൻ മറ്റേ വലിയ ഗെയിമറാണ് എന്നൊക്കെയാണ് പുള്ളിയുടെ ചിന്താഗതി. പുള്ളിക്ക് ഈ നോമിനേഷൻ പേടിയല്ല എന്നൊക്കെ പറഞ്ഞാലും നല്ല ഒന്നാം തരം പേടിയുണ്ട്, നല്ല പേടിയാണ്. കാരണം ഓരോ തവണ പുള്ളിയുടെ പേര് ആരെങ്കിലും പറയുമ്പോൾ പിന്നെ അവരോട് അങ്ങ് ദേഷ്യമാണ് പുള്ളിക്ക്. ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ പുള്ളി മറ്റേ ക്ലോസ്ഡ് നോമിനേഷനിൽ പേര് പറഞ്ഞത് സാബുമാന്റെയാ, മനസ്സിലായോ? എന്നിട്ടാണ് സാബുമാൻ തിരിച്ചു പേര് പറഞ്ഞപ്പോൾ നെവിൻ അങ്ങ് പൊള്ളി. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. അപ്പൊ അതാണ് നെവിന്റെ ഒരു ക്യാരക്ടർ. പിന്നെ ഗെയിമർ ആണോ എന്ന് ചോദിച്ചാൽ ഗെയിമർ ഒരു എന്റർടൈനർ ആണ്. ഇപ്പൊ അവിടെ കിടന്ന് ഗെയിം ചേഞ്ച് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ വെറുപ്പീരായി. ആര്യനെ സപ്പോർട്ട് ചെയ്ത് ആര്യന് കുറച്ച് കയറിന്റെ ഭാഗമൊക്കെ കൊടുത്ത് മറ്റേ നമ്മുടെ സാബുമാനും അനുമോളോട് പിന്നെ നേരത്തെ ദേഷ്യവ. അപ്പൊ എന്താണെങ്കിലും പുള്ളിയുടെ ഒരു പേഴ്സണൽ പുള്ളിയോടെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി പണി പാളും. അങ്ങനെ ബിഗ് ബോസ് ലാസ്റ്റ് അനൗൺസ് ചെയ്തു, ഇതിങ്ങനെ പറ്റത്തില്ല, ക്യാപ്റ്റൻ ഇടപെട്ടേ പറ്റുള്ളൂ, ഈ ക്യാപ്റ്റൻസി ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ആദിലെന്ന് പറയുമ്പോൾ ലാസ്റ്റ് പൊടിയും തട്ടി എണീറ്റ് പോകുന്നുണ്ട് നെവിൻ. പക്ഷെ എന്നാലും നെവിന്റെ വിചാരം നെവിൻ എന്തൊക്കെയോ അങ്ങോട്ട് ഗെയിമായിട്ടാണ് നെവിൻ അത് ചെയ്തിരുന്നതെങ്കിൽ ഗെയിമായിട്ടായിരിക്കാം. പക്ഷെ എന്നാലും അവൻ്റെ ഉള്ളിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്.
അത് വീഴുന്നുണ്ട്, അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? വീണ് പോകുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ മാത്രം ചെയ്യുന്നതാണ്. ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ നോമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അക്ബറും നമ്മുടെ നെവിനും, അക്ബറിന്റെ നെവിന്റെ പേരാണ് സാബുമാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും നേരെ കയറി ചൊറിയുന്നുണ്ട് നമ്മുടെ സാബുമാന്റെ അടുക്കെ. പിടികിട്ടിയില്ലേ? രണ്ടുപേരും ഈ ഒരു പ്രശ്നം നടന്ന് നെവിൻ അവിടെ നിലത്ത് കിടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അക്ബർ കാക്കയാണ് തലയാണ എടുത്ത് മോനെ എന്നാ തലയാണ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് നെവിൻ പറയുന്നുണ്ട് എനിക്കൊരു തലയാണ ആരെങ്കിലും തരുമോന്ന്. ഉടനെ അക്ബർ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഒരു ഗെയിം ചേഞ്ചിന് വേണ്ടി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗെയിം ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കാം അവിടെ ആ ഒരു പരിപാടി നടത്തിയത്. പക്ഷേ എന്തൊക്കെ ഗെയിം ചേഞ്ച് ആണെങ്കിലും അതിൻ്റെ അകത്ത് നെവിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് ആ ഒരു ഗെയിം നോക്കിയാൽ മതി നെവിൻ്റെ. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ ടാസ്ക് ഇത് എപ്പോൾ തീരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മറ്റേ നമ്മുടെ റീഗൽ ജ്വല്ലറിയുടെ പരിപാടി, അതായത് ബിഗ് ബോസ് എത്ര പേർക്ക് എത്ര കോയിനാണ് കിട്ടിയതെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിപ്പോൾ ഈ പ്രൊമോ കണ്ടത്. അപ്പോൾ ഈ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ചിലപ്പോൾ ഇവർ തമ്മിലൊരു ഗംഭീര ഇതൊന്നും അല്ല, ഇനി ഗംഭീര ഒരു വഴക്ക് ആദില, നൂറ, ഷാനവാസ് ഇവർ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടാവട്ടെ, ഗെയിം ചേഞ്ച് ആവട്ടെ. ഈ പെങ്ങളൂട്ടിക്കാടും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായി പോവും. അതൊക്കെ പൊട്ടിത്തെറിച്ച് പോട്ടെ അങ്ങോട്ട്. ഷാനവാസിന്റെ റിയൽ ഫേസ്, ഷാനവാസ് ഇപ്പോഴും മറ്റേ ഒരു ഗുണ്ടാ സെറ്റപ്പിലാണ് അതിനകത്ത് നടക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുള്ളി ആരെ കാണിക്കാറുണ്ട്? ജനങ്ങൾക്ക് കാണുന്നവർക്കൊന്നും ഇത് മനസ്സിലാവത്തില്ലെന്നാണോ വിചാരം? ഒന്നും ആളുകൾക്ക് മനസ്സിലാവത്തില്ലെന്നാണോ? പുള്ളിക്ക് അങ്ങനെ ഒരു ചിന്ത കാണും. പുള്ളി രാവിലെ നമ്മുടെ നോമിനേഷൻ ടേബിൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, പുള്ളി നമ്മുടെ കൺഫെഷൻ റൂമിലിരുന്ന് പുള്ളിയുടെ കരച്ചിലും പിഴിച്ചിലും പുള്ളി ഇതൊക്കെയാണ് പറയുന്നത്. വെളുപ്പിക്കാൻ ശ്രമിക്കുക. എത്രയാന്ന് പറഞ്ഞ് വെളുപ്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ പുള്ളിയുടെ കൂടെ നിൽക്കും? എനിക്കറിയത്തില്ല. പുള്ളിയുടെ ആ ഒരു ജെനുവിൻ കരച്ചിലും പിഴിച്ചിലും എല്ലാവരും പ്രശ്നക്കാരാ. അതാ നിങ്ങൾ ആലോചിക്കണ്ടേ. എല്ലാവരും പ്രശ്നക്കാരാ. അനീഷ് പ്രശ്നം, ഇപ്പോൾ ആദില, നൂറ പ്രശ്നം, ലക്ഷ്മി പ്രശ്നം. കഴിഞ്ഞ ദിവസം വരെ ലക്ഷ്മി പ്രശ്നമായിരുന്നു. ഇപ്പം ലക്ഷ്മിയാണ് സുഹൃത്ത്. ആരെങ്കിലും ഒരാൾ കൂടെ വേണോ എപ്പോഴും? ഇപ്പം ലക്ഷ്മിയാണ്. ഇതാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി. അക്ബർ പ്രശ്നക്കാരൻ, ആര്യൻ പ്രശ്നക്കാരൻ, നെവിനൊക്കെ മൊത്തത്തിൽ പ്രശ്നക്കാരൻ. എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പ്രശ്നക്കാരാ അതിനകത്ത്. ഷാനവാസും പ്രശ്നക്കാരനാ. അതും കൂടെ ഷാനവാസ് അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനകത്ത് ഗെയിം കളിക്കാനല്ലേ വന്നിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. മക്കളെ, ഞാൻ ഗെയിം കളിക്കാനാ, ഞാൻ ഇവിടെ പല പരിപാടികളും കാണിക്കും എന്നിട്ട് ആ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഷാനവാസ് കംപ്ലീറ്റ്ലി ഷാനവാസിന്റെ കയ്യിലാണ് പിന്നെ ഗെയിം. പക്ഷെ ഷാനവാസ് അത് ചെയ്യാതെ പിന്നെയും ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും മറ്റേ തോന്നിയാസം പറയുന്ന പരിപാടി. ഈ കുറച്ച് മുന്നേ നമ്മുടെ നോമിനേഷന്റെ സമയത്ത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അക്ബറിനെ പോയിന്റ് ഔട്ട് ചെയ്ത് നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞതാണ്, പുള്ളി ഈ അക്ബർ ഇപ്പോഴും എടി പൊടി വാടി എന്ന് വിളിക്കുന്നുണ്ടെന്ന്. കുറച്ച് മുമ്പ് ഈ നമ്മുടെ ഈ പ്രൊമോയിൽ ഞാൻ കണ്ടു ആദിലേനെ എടി പൊടി എന്നൊക്കെ പുള്ളി വിളിക്കുന്നത്. ഞാൻ അങ്ങനൊന്നും വിളിക്കാറില്ല. ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ നല്ല കുഞ്ഞായെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ പുള്ളിയുടെ വായിന്ന് തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, ഈ എടി പൊടി വാടി. നിങ്ങൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ഞാൻ കേൾക്കാറുണ്ട്. ആ പ്രൊമോ വേണമെങ്കിൽ കൂടുതലൊന്നും വേണ്ട, എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റത്തില്ല. നിങ്ങൾ പോയി ആ പ്രൊമോ ഒന്ന് നോക്ക്. ആ പ്രൊമോയിൽ തന്നെ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നോമിനേഷൻ നമ്മുടെ കൺഫെഷൻ റൂമിലിരുന്ന് പറഞ്ഞ വ്യക്തിയാണ്. ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാനങ്ങ് നന്നായി, ഞാൻ ആരെ എടിയും പൊടിയും വിളിക്കാറില്ല. ഇന്നലെ രാത്രിയിൽ അക്ബർ വിളിച്ചു നമ്മുടെ അനുമോളെ എടി പൊടി വാടി എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞ ടീമാണ്. അത് പറഞ്ഞാണ് അക്ബറിനെ പുള്ളി നോമിനേറ്റ് ചെയ്തത്. ആ പുള്ളി ഇതാ പുതിയ പ്രൊമോയിൽ ഇന്ന് തന്നെ മണിക്കൂറുകൾക്കിപ്പുറം പുള്ളി ഇതാ വിളിക്കുന്നുണ്ട് അതിലെ എടി പൊടി എന്നൊക്കെ. അതൊന്നും ഒരു തെറ്റല്ല, അതൊന്നും ആരും കാണുന്നില്ല. എൻ്റെ ഒരു സംശയം കേട്ടോ. പറ്റുമെങ്കിൽ പ്രിയ പ്രേക്ഷകരെ ഒന്ന് പോയി ആ പ്രൊമോ കാണുക. അണ്ണൻ രാവിലെ പറഞ്ഞത് വെച്ച് കള്ളത്തരമാണെന്ന് മണിക്കൂറുകൾക്ക് ഇപ്പുറം അത് തെളിയുന്നുണ്ട്. ഇതിനകത്തൊന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഷാനവാസിന് മാത്രം കുറ്റമല്ല. അവിടെ എല്ലാവരും ഗെയിമറാണ്, എല്ലാവരും കള്ളം പറയും. പിടികിട്ടിയോ? എല്ലാവരുടെയും കൈ കാണും. എനിക്ക് അങ്ങനെ അത്രയും ഭയങ്കര ഡീസൻ്റ് ആയിട്ട് തോന്നുന്ന അയാൾ ഒരു ഗെയിമറും അല്ല. അത് വേറെ ആരുമല്ല, നമ്മുടെ സാബുമാൻ. ഗെയിമറല്ല പുള്ളി അങ്ങ് നിന്ന് പോകുന്നു. പുള്ളിയുടെ ആ സത്യസന്ധത കൊണ്ടായിരിക്കാം. പിടികിട്ടിയില്ലേ? അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് എനിക്ക് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഞാൻ പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.